ഹലോ ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ കുട്ടിച്ചോപ്ര. ഞാനിപ്പോൾ ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ മണ്ടി എന്ന ബസ് സ്റ്റാൻഡിലാണ്. നമുക്ക് സോനമർഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശ്രീനഗറിലെ മണ്ടി എന്ന ബസ് സ്റ്റാൻഡിൽ മാത്രമേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കൺഗണിലെത്തിയിട്ടുണ്ട്. കൺഗൺ നമുക്ക് ഷെയർ ടാക്സി വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ കൺഗണിലെത്തി. ഞാൻ സോനമർഗിൽ നിന്ന് നേരെ കൺഗണിലെത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഷെയർ ടാക്സി പിടിച്ചു. നമുക്കൊരു തുച്ഛമായ പൈസയിൽ 100 ഒരു 10-80 രൂപ ആ ഒരു ഇതിൽ നമുക്ക് ഷെയർ ടാക്സി വിളിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് സോനമർഗിൻ്റെ കവാടത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. അതിൻ്റെ കവാടമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുളിരിങ്ങനെ കോരും. ഇതൊന്നല്ല കേട്ടോ, ഇത് എന്താ പറയുക, ഇതൊരു 6 കിലോമീറ്റർ ടണലാണ്. നമുക്ക് ഗുഹയുടെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമാണ്. ഒരു ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളിച്ച് ലൈറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട്. ഇനി ഇതൊന്നല്ല, ഇനി ഞാൻ കയറി ചെല്ലും ഇത്ര നേരം കണ്ട പോലെ ആയിരിക്കില്ല. എന്താ പറയുക, നല്ല നമുക്ക് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ സ്നോഫോളിൻ്റെ ആ ഒരു മലയൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. ഇത് ഞങ്ങൾ കയറുമ്പോൾ മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ. സോനമർഗിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ അപ്പോൾ സ്നോഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ നടന്നും ലിഫ്റ്റ് അടിച്ചും അവസാനം മഞ്ഞുമലയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഞാൻ തപ്പട്ടെ. അപ്പം അങ്ങനെ ഇനി ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കാലാവസ്ഥ. ഇപ്പോൾ നല്ല തണുപ്പാണ്. താഴത്തേക്ക് ഇറങ്ങാൻ വല്ല വഴിയിട്ട് നോക്കണം. ഞാൻ ആ സ്നോഫോളിൻ്റെ അടുത്തേക്ക് പോകാനാണ് നോക്കണത്. ഇവിടെ ആൾക്കാരൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. എന്താ പറയുക, തണുപ്പ് കാരണം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇത് ചെറുത്. അവിടേക്ക് ഒന്ന് പോയി നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ആ കേരളത്തിൻ്റെ ഏതോ ഒരു കൂച്ചാമുക്കിലുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ കാശ്മീരിൽ വന്നിട്ട് എന്താ പറയുക, മഞ്ഞ് തിന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ, കാണു മക്കളെ കാണു. അയ്യോ അയ്യോ, അവിടെ എന്തോ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതിനെ കാക്കകൾ ഇങ്ങനെ കൊത്തി തിന്നണേ. നോക്കട്ടെ. അയ്യോ, അവിടെ എന്തോ ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കാക്കകൾ ഇങ്ങനെ കൊത്തിപ്പറിക്ക് തിന്നുണ്ട്. പോയി നോക്കണം. അയ്യോ 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 അയ്യോ, കാശ്മീർ മഞ്ഞുമല. അയ്യോ, ഇവിടെ വെള്ളാട്ടോ. അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോകാൻ പറ്റണം, കാരണം മഞ്ഞ് കാണണം. നോക്കട്ടെ, ഈ വെള്ളം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കണം. അയ്യോ, അങ്ങനെ എൻ്റെ എന്താ പറയുക, കാശ്മീർ, കേരള ടു കാശ്മീർ വരെയുള്ള യാത്ര ഞാൻ അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ട് ഇന്നത്തേക്ക് 4 മാസമാണു. ഓഗസ്റ്റ് 10-ാം തീയതി തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ട്രാവലിങ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു കാലിന് വേദന വന്നു. അതുകൊണ്ട് ഞാനൊരു 10 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിൽ പോയി. പിന്നെ വീണ്ടും ഞാൻ രണ്ടാമത് ഇങ്ങോട്ട് വന്നതാണ്. ഇതാ ഇപ്പം അങ്ങനെ ഒടുക്കം ഞാൻ എന്താ കാശ്മീരിലെ സ്നോഫോളൊക്കെ കണ്ട് മധുമറക്കുന്ന മക്കളെ. അയ്യോ, അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ വെള്ളമാണ്, വെള്ളം. എന്താ ചെയ്യപ്പോൾ? എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. എവിടെയെങ്കിലും വല്ല ഗ്യാപ്പ് കാണുന്നുണ്ടോ നോക്കണം. അവിടേക്കൊക്കെ നടക്കട്ടെ കേട്ടോ. അവിടെ 2 കുതിരകളിങ്ങനെ നിന്ന് എന്തൊക്കെയോ പുല്ലാണോ അത് കഴിക്കണോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. അങ്ങോട്ട് എത്തണമെന്നുണ്ട്. അങ്ങോട്ട് എത്താൻ എന്താ ഇപ്പോൾ ചെയ്യാ? അയ്യോ,
കാശ്മീരിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് മീൻ പിടിക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നവാ मैं इधर केरला से हाँ हाँ छोटे वाले यूट्यूबर है. अच्छा यार, अच्छी बात है. बना के वीडियो डालते हो? हाँ यूट्यूब पे डालते हैं. ऑनलाइन चढ़ जाता है? ओ ऑनलाइन? हाँ ऑनलाइन में. हम पुलिस के हैं. आपका पुलिस है? हाँ, मैं पुलिस का हूँ. हाँ हाँ तो हमारा डीआईजी में से यहाँ हाँ हाँ इधर है. DIG ऑफिस हाँ उधर ड्यूटी करते हैं. ओ हो ओके. ओके भाई, अच्छी बात है यार. क्या कर रहे इधर? फिशिंग है? यार फिशिंग. हाँ हाँ. हाँ ओ आपका जम्मू कश्मीर पुलिस है? हाँ, ओ तो जम्मू कश्मीर तो पुलिस है तो ओके. वीडियो बनाओ, ओ वीडियो ना. हाईलाइट कर दो. ठीक ओ है, ठीक है ठीक है. मैं फिशिंग करूँगा, आप वीडियो बनाओ. ഓ ഞാൻ ചാർജ് ചെയ്തിട്ട് ഫോൺ പോഫോ. ഓ क्या नाम है? അനു കൃഷ്ണ. अनु कृष्णा. आपका? मेरा नाम रूपानी. रुबानी. RUBANI. ओ ओके. इधर लोकल इधर आदमी है? मैं इधर का लोकल बंदा. हाँ 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 गाजलपुर डिस्ट्रिक्ट से रहते. ओ। डिस्ट्रिक्ट एडमिनिस्ट्रेशन. ठीक है. ठीक है. तो ये टाइम पास कर रहे थे. ओ मिलेगा फिश मिलेगा. फिश मिलता है यार, अभी कोई फंसा नहीं है. किधर है? इधर मीना इधर फिश है. अरे यार, बहुत फिश होता है इसमें. हाँ हाँ हाँ, थ्रोट फिश बोलते हैं उसको. ओ। थ्रोट फिश. थ्रोट फिश. थोड़ा वीडियो बनाओ, शाम को चढ़ना चाहिए. शाम में चढ़ा देना. पक्का. पक्का. केरला से हो? केरला से. अच्छा, तो इधर यूट्यूबर. हाँ वीडियो अपने पास आ जाना शाम. बना. चलोगे मेरे साथ? चले? चलोगे मेरे साथ? चलो. ഞാനിപ്പോൾ നിൽക്കുന്നത് സോനാമർഗിലാണ്. സോനാമർഗിൽ കറക്റ്റ് സോനാമർഗ് പത്തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോലീസ് മിലിറ്ററി ക്യാമ്പുണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് ഈ ക്യാമ്പിൽ രാത്രി സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ അകത്താണ്. Thank you. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം. അതാണ് പ്ലാന്. अयो अरे आपका नाम भैया? आसिफ. इधर? हाँ इधर ये काम है? हाँ बस इधर ही पोस्टेड है ड्यूटी पे. ड्यूटी पे. हाँ हाँ आर्मी है? नहीं पुलिस है इधर. हाँ ഓ ഇവിടുത്തെ പോലീസാട്ടോ. എനിക്ക് ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അയ്യോ ഇതാ ഓഫീസർ മീൻസ് ഇതാ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരികയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇത് ഇവരുടെ പുതിയ ഓഫീസാണ്, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 പോലീസുകാർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കാശ്മീരിലത്തെ. അയ്യോ എന്താ ചെയ്യുക, നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. പുറത്തൊക്കെ എന്താ പറയുക, പുറത്ത് മഞ്ഞാട്ടോ. പുറത്ത് ഇതാ കണ്ടോ, എന്താ പുറത്ത് ഫ്രണ്ടിലൊക്കെ മഞ്ഞാ, പുറത്തൊക്കെ നിറച്ച് മഞ്ഞ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി കാണിച്ചു തരാം. അയ്യോ ഇവിടുത്തെ പുതിയ എന്താണ് ഇവിടുത്തെ DSPയോ ആരുടെ വീടോ അങ്ങനെ എന്തോ ആണ്. അയ്യോ എനിക്കൊന്നും അറിയില്ല. വന്നു കയറി എന്നോട് ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. അയ്യോ ഇതാ കണ്ട മഞ്ഞ് വീട് കിടക്കുന്നുണ്ടോ പുറത്തൊക്കെ. ഇതാ അവിടെയൊക്കെ മഞ്ഞാട്ടോ. ഇതാ ഇവിടുത്തെ പോലീസ് ക്വാർട്ടേഴ്സ്. അവിടെ പുതിയ പോലീസ് സ്റ്റേഷൻ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ തന്നെ ടെൻ്റ് അടിക്കാൻ പോകണം കേട്ടോ. ഇതാ ഇന്നിവിടെ ടെൻ്റ് അടിക്കുകയാണ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല, സ്നോഫോൾ വീട് കൊണ്ടിരിക്കാൻ അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിവിടെ ഇതാ സോനമാർഗിൽ എത്തിയിട്ടുണ്ട്. ഞാൻ തിരുനല്ലയുടെ മറ്റേ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നതിൻ്റെ അകത്താണ് ഞാൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവർ പോലീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും കൂടുതൽ. എന്നോട് അവിടെ വന്ന് സ്റ്റേ ചെയ്തോളം പറഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു താമസം തരുമ്പോൾ നമുക്കും അവരുടെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണ്ടേ. കാരണം വെച്ചാൽ അവർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെയൊക്കെ സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. ഓക്കെ. പിന്നെ സാറുമാർ ഇതാ എനിക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ടിൽ ഹോട്ട് വാട്ടർ ആട്ടോ, ചൂടുവെള്ളം. പിന്നെ ഇതിൽ പച്ചവെള്ളം. ഇത് ഞാൻ അരി കഴുകാനും അതേപോലെ കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ഇത് അരിയാണ് കേട്ടോ. ഇത് നമുക്ക് ലോലപ്പാല് അറിയാമല്ലോ, നമ്മുടെ ബയ്യയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അരി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ഇത് എത്ര അരി എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇനി കുക്കിങ് കൊടുക്കട്ടെ. അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. गैस वैसे है आपके पास? हाँ गैस है. कौन सा गैस है लगाया आपने? हाँ. दिस वन है. इसमें सेटिंग हो जाती है क्या? नहीं सेटिंग अभी सेटिंग है. അരി വെച്ചിട്ടുണ്ട്. ഇനി അതാവട്ടെ. അപ്പോഴേക്കും എന്താ പറയുക, കുറച്ച് ഉള്ളി ഉണ്ട്. അപ്പോൾ ഉള്ളി കരിയണം. ഇത് നമ്മുടെ ഉള്ളി ഐറ്റങ്ങൾ കേട്ടോ. ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ കറി വെക്കാനുള്ള, കറിയല്ല ഉള്ളി ഒന്ന് വാട്ടിയിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പടയ്ക്കാനുള്ള പരിപാടി കേട്ടോ. ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഞാൻ നിൽക്കണോ? ആ കൊച്ചർക്ക ഇവിടെ വരുന്നുണ്ടോ? കാവലായിട്ട് നിൽക്കുക ഓരോ. പുറത്തത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാ ആരപ്പത്? പുതിയ 2 അതിഥികളൊക്കെ ഉണ്ടല്ലോ. ഓ അടിപൊളി. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ കൂടാം. കാശ്മീരെത്തി. കാശ്മീർ. ഓ സൂപ്പർ സൂപ്പർ. ചെറുക്കൻ്റെ കണ്ണു നോക്കി നോക്ക്. ഓ എന്താ ചോറ് വേവാറാവുന്നേ ഉള്ളൂ, തിളയ്ക്കുന്നത്. എന്താ സബോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബോള മാത്രമേ ഉള്ളൂ കേട്ടോ. സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ ചോറായി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ അതും വരെ ഞാൻ ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ചോറായിട്ടുണ്ട്. ഇനി സബോള ഇട്ടിട്ടുണ്ട്. അതേപോലെ ഉപ്പിട്ട് ഒന്ന് മാറ്റി എടുക്കട്ടെ. ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ കേട്ടോ. ചോറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ചോറ് തണുക്കൂല, അടിയിൽ ഒന്ന് ബോയിലായിക്കോളും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഓഫ് ചെയ്യട്ടോ. ദേ ചോറ് എവിടെ കാണാണ്ടോ? ദേ ചോറ്. ഇന്ന് രാത്രിത്തെ ഫുഡ് ഇതാണ്. ചോറും ഉള്ളി.
കൈയൊന്ന് ചെറുങ്ങനെ കഴുകട്ടെ. അപ്പോൾ കഴിക്കല്ല എന്നാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാം. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ പോയിട്ട് ചൂടൊക്കെ പിടിപ്പിക്കാനുള്ള പറഞ്ഞ് പോയപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ സാറ് എഡിറ്റ് ചെയ്ത വീഡിയോസ് എനിക്ക് കാണിച്ചു തന്നു. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആള് ക്യാപ്കട്ടിലും വിയനിലൊക്കെ ഇട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് ഭയങ്കര സെറ്റപ്പാട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ മറ്റേ കോപ്പി റൈറ്റിംഗ് വരും പറഞ്ഞിട്ട് അതിങ്ങനെ ക്യാൻസലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല കീടിലും വീഡിയോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ രണ്ടാമത്തെ വട്ടം അത് കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചോറ് തന്നു. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, പക്ഷേ ചോറ് തന്നു. നല്ല ഞാനും അടിച്ചു. പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇവരിവിടെ സെറ്റാക്കി തന്നു. കാരണം പുറത്ത് കിടക്കേണ്ട, അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പ് കൊണ്ട് നിനക്ക് കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ അകത്ത് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്ത് തന്ന്. പിന്നെ ഞങ്ങളവിടെ പാട്ടും കൂത്തൊക്കെ വെച്ച്, പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഹിന്ദി പാട്ടൊന്നല്ല വയ്ക്കുന്നത്, തമിഴ് പാട്ട്. അത് നല്ല നമ്മളെ ഇപ്പോഴത്തെ ഫേമസ് ആയ നല്ല അടിപൊളി തമിഴ് പാട്ട്. അതൊക്കെ വെച്ച് കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് ഫാമിലിക്ക് ആളുടെ ഫാമിലി മൊത്തം കാണിച്ചിരുന്നു, ഫോട്ടോസ് വീഡിയോസ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ആദ്യം കാണുന്നവർ നമ്മൾ വിചാരിക്കും അയ്യോ ജാടയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ പറയുക, അവരാണ് പക്ഷെ അവസാനം നമുക്ക് ഹെൽപ്പാക്കി തരിക. ഇതൊക്കെ എന്താ പറയുക. എന്നിട്ട് അവിടെ ഒരു റൂമുണ്ട്, നല്ല കിടില റൂം. എനിക്ക് അത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, ഞാൻ പുറത്തെവിടെയെങ്കിലും കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ ഇവിടെ അകത്ത് കയറ്റി കിടത്തി. അവസാനം എന്താ ഡാൻസ് കണ്ട്, ഡാൻസും പരിപാടി, ഇതൊക്കെ തന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. അടിച്ച് പൊളിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. പിന്നെ നമുക്കും പിന്നെ അങ്ങനെ അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഒരു 7 മണി 8 മണിക്ക് ശേഷമാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് തന്നെ കയറിയത്. കാരണം അവർക്ക് പുറത്തേക്ക് അങ്ങനെ ലീക്ക് ആവാനൊന്നും പാടില്ല, ഒരാളെ ഇവിടെ വന്ന് താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കേണ്ടി വന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ അഭയം തന്നത്, അയ്യോ സത്യം, കാരണം അത്രയ്ക്കും മൈനസ് തണുപ്പിൽ എന്നോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ എല്ലാ പരിപാടി. അയ്യോ പിന്നെ നാട്ടിലേക്ക് വന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരോടൊക്കെ ഞങ്ങൾ നിദ്രയിലേക്ക് ചെന്ന്